ഭാരതാംബ ചിത്ര വിവാദത്തിൽ രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ ചർച്ച ചെയ്യണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങാതെ വൈസ് ചാൻസലർ. സസ്പെൻഷൻ വിഷയം സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ടയിലില്ല എന്ന് VC സിസ തോമസ്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടതംഗങ്ങൾ. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രധാന ആവശ്യം തന്നെ ഈ സസ്പെൻഷൻ വിഷയത്തിൽ ചർച്ച വേണമെന്നാണ്. എന്നാൽ അങ്ങനെ നടക്കേണ്ടതില്ല എന്നാണോ VC പറയുന്നത്? തർക്കമാണ് ഈ സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അതിന് കാരണം അമൃത, നമ്മളിന്നിപ്പോൾ ഒരു പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്നപ്പോൾ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും VCയും തമ്മിൽ ഒരു വാദപ്രതിവാദം ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ നമ്മൾ ഉറപ്പിച്ചതാണ്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാർ ആയിരുന്ന KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ അത് ചർച്ച ചെയ്യാൻ കഴിയില്ല, അത് അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണ് എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ VC ഡോക്ടർ സിസ തോമസ് എത്തിയിരിക്കുന്നത്. അത് അജണ്ടയിൽ ഇല്ലാത്ത വിഷയമായതിനാൽ അത് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇപ്പോൾ VC സിസ തോമസ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സസ്പെൻഷൻ നടപടി നേരിട്ട KS അനിൽകുമാർ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള സർവകലാശാല എന്താണ് കോടതിയിൽ എടുക്കേണ്ട നിലപാട്, അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരിക്കുന്നത് എന്നുള്ള നിലപാടാണ് VC ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സസ്പെൻഷൻ നടപടി പുനഃപരിശോധിക്കണം, അത് റദ്ദാക്കണം എന്നുള്ള നിലപാട് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് അജണ്ടയിൽ ഇല്ലാത്ത വിഷയമായതിനാൽ അക്കാര്യത്തിലേക്ക് ഒരു ചർച്ചയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് VC സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വിഷയത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ VC ഡോക്ടർ സിസ തോമസും തമ്മിൽ ഒരു വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത്, അജണ്ട നിശ്ചയിച്ചിരുന്നത് നാളെ കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ എന്ത് നിലപാട് കേരള സർവകലാശാല ഈ വിഷയത്തിൽ സ്വീകരിക്കണം എന്നുള്ള കാര്യമാണ്. സസ്പെൻഷൻ നടപടി ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം കോടതിയിൽ അറിയിക്കാൻ വേണ്ടിയുള്ള സത്യവാങ്മൂലം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് എന്നുള്ള നിലപാടാണ് VC സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിലടക്കം വളരെ വിശദമായിട്ടുള്ള ചർച്ച വേണം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. സസ്പെൻഷൻ നടപടി പുനഃപരിശോധിച്ചുകൊണ്ട് സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള കാര്യം കൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ VC ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കം എന്തായിരിക്കും ഷിജോ? രജിസ്ട്രാറുടെ നടപടി അടക്കമുള്ള വിഷയങ്ങൾ സിൻഡിക്കേറ്റ് അമൃത, VC ഇപ്പോൾ ആ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചാലും സിൻഡിക്കേറ്റിന്റെ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാം. പക്ഷേ